ദൈവത്തിനു മഹത്വം. യേശുവിന്റെ പീഡാനുഭവ ദിവസങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്കുവേണ്ടി മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റതായ തന്റെ പീഡാനുഭവങ്ങളുടെ നാൾവഴികൾ വളരെ വികലമായും വ്യത്യസ്തമായുമാണ് ഇന്ന് നമ്മുടെ ഇടയിൽ അറിയപ്പെടുന്നത്. ആ നാളുകളുടെ വ്യക്തമായ വിവരണങ്ങളെ നാം തേടുമ്പോൾ ചില വിശേഷമായ കാര്യങ്ങളെ നമുക്കുണരുവാനിടയാകും. അതിനു മുൻപ് ഇസ്രായേലിലെ ചില ദിവസ സമയ ക്രമീകരണങ്ങളെ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അവർ ദിവസങ്ങളെ കണക്കുകൂട്ടുമ്പോൾ അന്ന് വൈകുന്നേരം മുതൽ പിറ്റേന്ന് വൈകുന്നേരം വരെയാണ് ഒരു ദിവസമായി കണക്കുകൂട്ടുന്നത്. പുളിപ്പില്ലാത്ത അപ്പം തിന്നേണ്ടതായ ദിവസങ്ങളെ പറയുമ്പോൾ 1-ാം മാസം 14-ാം തീയതി വൈകുന്നേരം മുതൽ 21-ാം തീയതി വൈകുന്നേരം വരെ എന്നിങ്ങനെ 7 ദിവസങ്ങൾ കണക്കാക്കുന്നു. അത് ദൈവത്തിന്റെ ക്രമീകരണ പ്രകാരം കണക്കാക്കപ്പെടുന്ന ദിവസങ്ങളാണ്. ദൈവത്തിന്റെ പ്രവൃത്തികളുടെ ദിവസം കണക്കാക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ സന്ധ്യയായി ഉഷസ്സുവായി എന്ന് പറഞ്ഞിട്ടാണ് ദിവസത്തെ പറയുന്നത്. എസ്തേർ രാജ്ഞി തനിക്കായി ഉപവസിപ്പാൻ പറയുമ്പോൾ 3 ദിവസം രാവും പകലും എന്നു പറയുന്നു. അപ്പോസ്തലനായ പൗലോസും ഒരു രാപ്പകൽ എന്നു പറയുന്നു. എന്നാൽ കലണ്ടർ പ്രകാരം ദിവസങ്ങൾ കണക്കാക്കുന്നത് നാം കണക്കുകൂട്ടുന്നത് പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് 14-ാം തീയതി 21-ാം തീയതി എന്നൊക്കെ പറഞ്ഞിട്ട് വൈകുന്നേരം എന്ന് പറഞ്ഞിരിക്കുന്നത്. 7-ാം മാസം 10-ാം തീയതി ശബ്ബത്ത് ആചരിക്കേണ്ട പാപപരിഹാര ദിവസമാകുന്നു. എന്നാൽ ശബ്ബത്തിന്റെ ക്രമം പറയുമ്പോൾ ആ മാസം 9-ാം തീയതി വൈകുന്നേരം മുതൽ പിറ്റന്നാൾ വൈകുന്നേരം വരെയാണ് ശബ്ബത്ത് ആചരിക്കേണ്ടത്. അത് മനസ്സിലാക്കുവാൻ മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. യേശു കല്ലറയിൽ 3 ദിവസം ഇരിക്കുന്ന അനുഭവത്തെ യോനയുടെ കാര്യവുമായി ചേർത്തു പറയുമ്പോൾ 3 രാവും 3 പകലും എന്നു പറയുന്നു. നാം സാധാരണ പറയുന്നതുപോലെ പകലും രാവും എന്നല്ല, രാവും പകലും എന്നാണ്. എന്നാൽ പരീശന്മാരും മഹാപുരോഹിതന്മാരും ഈ കാര്യം പീലാത്തോസിനോട് പറയുമ്പോൾ 3 നാൾ എന്നു തന്നെ പറയുന്നു. ആകയാൽ നമ്മുടെ പഠനത്തിൽ ഈ കാര്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. സമയത്തെക്കുറിച്ചും നാം ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ഒരു പകൽ നമ്മുടെ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. ദിവസത്തിന്റെ പുലർച്ചെയാണ് അവർക്ക് 1-ാം മണിനേരം. നമ്മുടെ വൈകിട്ട് 6 മണി എന്നത് അവർക്ക് 12-ാം മണിനേരമാണ്. ഒരു പകൽ വേല ചെയ്ത് കൂലി വാങ്ങുന്നത് 12-ാം മണി കഴിഞ്ഞാണ്. 11-ാം മണിനേരത്ത് വന്നവർ 1 മണിനേരം മാത്രം വേല ചെയ്ത് 12-ാം മണി കഴിഞ്ഞിട്ട് കൂലി വാങ്ങുന്നു. ഈ സമയക്രമവും നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. തുടർന്ന് നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇസ്രായേലിന്റെ ശബ്ബത്ത് ആചരണത്തെക്കുറിച്ചാണ്. ദൈവത്തിന്റെ സൃഷ്ടിയുടെ പ്രവൃത്തി 6 ദിവസം കൊണ്ട് തികച്ച് 7-ാം ദിവസം നിവൃത്തനായി വിശ്രമിച്ചതുകൊണ്ട് ആ ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു ശുദ്ധീകരിക്കുന്നു. ദൈവം ഇസ്രായേലിനു 10 കൽപ്പനകൾ കൊടുക്കുമ്പോൾ 7-ാം നാൾ സ്വസ്ഥതയുടെ ശബ്ബത്ത് നാളായി ദൈവം കൽപ്പിച്ചാക്കുന്നു. ആകയാൽ ആഴ്ചവട്ടത്തിന്റെ 7-ാം ദിവസമായ അവസാന ദിവസം ശനിയാഴ്ച ഇസ്രായേൽ മക്കൾ സ്വസ്ഥതയ്ക്കുള്ള ശബ്ബത്ത് ദിവസമായി ആചരിക്കുന്നു. അതുകൂടാതെ ഉത്സവ ദിവസങ്ങളോടനുബന്ധമായും സാമാന്യവേലയൊന്നും ചെയ്യരുതാത്തതായ വിശുദ്ധ സഭായോഗം കൂടേണ്ടതായ ദിവസങ്ങളെ ക്രമീകരിക്കുന്നു. പെസഹായോടനുബന്ധമായും വാരോത്സവമായ ആദ്യ ഫല ദിവസത്തിലും കാഹളനാദോത്സവത്തിലും ഇങ്ങനെ പല ദിവസങ്ങളിലും സാമാന്യവേലയൊന്നും ചെയ്യരുതാപ്പ വിശുദ്ധ സഭായോഗ ദിവസങ്ങൾ അവർക്ക് നിയമിക്കപ്പെട്ടിരുന്നു. ഈ ദിവസങ്ങളെയും ശബ്ബത്ത് ദിവസങ്ങളായി പറയപ്പെട്ടിരിക്കുന്നു. ഈ ദിവസങ്ങളെ സാധാരണ ശബ്ബത്ത് ദിവസങ്ങളിൽ നിന്ന് വ്യത്യാസത്തോടെ അറിയാനായി വലിയ ശബ്ബത്ത് ദിവസം എന്നും പറയുന്നു. ഇനിയും നാം ശ്രദ്ധിച്ചാൽ 1-ാം മാസം 15-ാം തീയതിയും 21-ാം തീയതിയും 7-ാം മാസം 1-ാം തീയതിയും 10-ാം തീയതിയും 15-ാം തീയതിയും മറ്റും ശബ്ബത്ത് ദിവസങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ദിവസങ്ങൾ ശനിയാഴ്ചകളിൽ മാത്രമായി വരുന്നതല്ലാത്തതിനാൽ മറ്റു ദിവസങ്ങളും ഇസ്രായേലിന് ശബ്ബത്ത് ദിവസങ്ങളായി വരുന്നു. യേശുവിന്റെ പീഡാനുഭവ ദിനങ്ങളെ കണക്കാക്കുമ്പോൾ ഈ ശബ്ബത്ത് ദിനങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ദൈവവചനത്തെ നാം ശ്രദ്ധിച്ചാൽ അത് മറഞ്ഞുകിടക്കുന്ന മർമ്മമാണെന്ന് നമുക്ക് കാണാം. മുദ്രയിട്ട പുസ്തകമായി അത് കാണപ്പെട്ടാലും അത് പരിശോധിച്ചു നോക്കുന്നവർക്ക് ജ്ഞാനം വർദ്ധിക്കുന്നു. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചു നോക്കിയാൽ വ്യക്തമായ ഇണവാക്യങ്ങൾ, തെളിവുവാക്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് സത്യം. മാത്രവുമല്ല, ദൈവവചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാകത്തക്കവണ്ണം തന്നെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നവയുമാണ്. എന്നാൽ രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ദൈവശക്തിയായി കാണപ്പെടുന്നു. ദൈവവചനം നമ്മുടെ ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതുമാണ്. ആകയാൽ ഈ ചിന്തയോടെ നാം തിരുവെഴുത്തുകളെ ആരായുമ്പോൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ നമുക്കും നമ്മുടെ മക്കൾക്കുമുള്ളതാകയാൽ അത് നമുക്ക് ദോഷമായി തോന്നാതെ അനുഗ്രഹമായി തീരട്ടെ. ഒരു ഉദാഹരണം നാം നോക്കിയാൽ മത്തായി, ലൂക്കോസ് സുവിശേഷങ്ങളിലും മറ്റും യേശു 3-ാം നാൾ ഉയർക്കുമെന്ന് യേശുവും ദൂതന്മാരും അപ്പസ്തലന്മാരും പറയുന്നു. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ യേശു തന്റെ മരണാടക്കത്തെക്കുറിച്ച് പറയുന്നത്
യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കുമെന്നാണ്. 3 ദിവസം ഭൂമിയുടെ ഉള്ളിലിരുന്ന് 4-ാം നാളിൽ ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവത്തെ 3-ാം നാൾ എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ മർമ്മം ഗ്രഹിക്കുവാൻ നാം ചില വേദഭാഗങ്ങൾ ശ്രദ്ധിക്കണം. 3 രാവും 3 പകലും ഇങ്ങനെ 3 ദിവസം തനിക്കു വേണ്ടി ഉപവസിപ്പാൻ പറഞ്ഞ് എസ്തേർ രാജ്ഞി പക്ഷേ 4-ാം ദിവസത്തിനു പകരം രാജസന്നിധിയിൽ ചെല്ലുന്നത് 3-ാം ദിവസമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും തന്റെ അടുക്കൽ വരുവിൻ എന്ന് രഹബെയാം പറയുന്നത് കേട്ടവർ 4-ാം ദിവസം തന്റെ അടുക്കൽ ചെല്ലുന്നതിനെ 3-ാം ദിവസം എന്നു പറഞ്ഞ് അവർ വരുന്നു. 3 ആണ്ടും 6 മാസവും ദേശത്ത് തുടരെ മഴയില്ലാതിരുന്നു എന്ന് യേശുവും യാക്കോബും പറയുമ്പോൾ 4-ാം സംവത്സരത്തിൽ മഴ പെയ്യിപ്പാൻ പോകുന്നു എന്നതിനു പകരം 3-ാം സംവത്സരത്തിൽ എന്നാണ് 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൽ കാണുന്നത്. ഈ വിധത്തിൽ 4-ാം നാൾ എന്നതിനു പകരം 3-ാം നാൾ എന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് നാം ശ്രദ്ധിക്കുമല്ലോ. 3 നാൾ കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേൽക്കും എന്ന് യേശു തന്നെ മർക്കോസ് സുവിശേഷത്തിൽ പറയുന്നു. ആകയാൽ 4-ാം നാൾ അഥവാ 3 നാൾ കഴിഞ്ഞു എന്നതിനു പകരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നത് കൊരിന്തി ലേഖനത്തിൽ പറയപ്പെട്ടിരിക്കുന്നത് പോലെ തിരുവെഴുത്തിൻ പ്രകാരമാണ് എന്ന് ഗ്രഹിപ്പാൻ നമുക്ക് കഴിയുമോ? മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ യേശു പറയുന്നത് 2 ദിവസം കഴിഞ്ഞു വരുന്ന പെസഹായുടെ ദിവസം യേശുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിക്കുമെന്നാണ്. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലും പെസഹായുടെ മുൻപുള്ള 2 ദിവസത്തെ പരാമർശിച്ചിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിലും പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ അടുത്തു എന്ന് പറയുന്നു. ഈ പെസഹ പെരുന്നാളിന് മുൻപേ യേശു ലോകം വിട്ടു പോകുവാനുള്ള നാഴിക വന്നു എന്നറിഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുടെ കാലുകളെ കഴുകിയിട്ട് അവരുമായി അന്ത്യ അത്താഴം കഴിക്കുന്നു. ഇത് പെസഹായ്ക്ക് മുൻപാകയാലും മറ്റു സുവിശേഷങ്ങളിൽ 2 ദിവസത്തെ പരാമർശം നാം കാണുന്നതിനാലും യേശു ഈ അന്ത്യ അത്താഴം കഴിച്ചത് പെസഹായ്ക്ക് മുൻപുള്ള ആ 2 ദിവസങ്ങളിൽ ആദ്യ ദിവസമാണ്. അന്നാണ് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും യേശുവിനെ കൊല്ലുവാൻ ആലോചന കഴിക്കുന്നത്. അന്ന് തന്നെയാണ് യൂദാസ് യേശുവിനെ കാണിച്ചു കൊടുക്കാമെന്ന് വാക്കുകൊടുത്ത് പണം വാങ്ങുന്നതും. അന്ന് ആ അന്ത്യ അത്താഴ സമയത്താണ് യേശുവിനെ കാണിച്ചു കൊടുക്കാൻ യൂദായെ പിശാച് തോന്നിപ്പിച്ചതായും നാം വായിക്കുന്നത്. മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിൽ പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നതായ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിലാണ് യേശു അന്ത്യ അത്താഴം കഴിച്ചതെന്ന് കാണുന്നു. എന്നാൽ യോഹന്നാൻ അപ്പസ്തലൻ പെസഹായ്ക്ക് മുൻപേ എന്ന് പറയുന്നു. മാത്രമല്ല യേശുവിനെ പീലാത്തോസിന്റെ അരമനയിൽ അവന്റെ ആസ്ഥാനത്ത് കൊണ്ടുവരുമ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും തങ്ങൾ അശുദ്ധരാകാതെ പെസഹ കഴിക്കുവാൻ തക്കവണ്ണം ആസ്ഥാനത്ത് കടന്നില്ലെന്ന് കാണുന്നു. യേശു വിസ്തരിക്കപ്പെട്ട് വിധിക്കപ്പെടുന്നത് പെസഹായുടെ ഒരുക്കനാൾ ഏകദേശം 6-ാം മണി നേരത്താണ് എന്ന് പറയുന്നു. ആകയാൽ യേശു അന്ത്യ അത്താഴം കഴിച്ചത് പെസഹ നാളിലല്ല, അതിനു 2 നാൾ മുൻപാണ്. പെസഹ നാളിലാണ് യേശു പെസഹ ആചരിച്ചതെങ്കിൽ അന്നു രാത്രിയിൽ താൻ പിടിക്കപ്പെട്ടു, അടുത്ത ദിവസം താൻ ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുമെങ്കിൽ അന്ന് ശബത്ത് നാളല്ലേ? യേശുവിനെ വിസ്തരിക്കുന്നത് പെസഹായുടെ ഒരുക്കനാളിലാണ്. അപ്പോൾ ഏകദേശം 6-ാം മണി നേരമായിരുന്നു. യേശുവിനെ ക്രൂശിച്ചത് 3-ാം മണി നേരത്താണ് എന്ന് പറയുന്നു. ആകയാൽ പെസഹായുടെ ഒരുക്കനാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം പെസഹായുടെ അന്ന് 3-ാം മണി നേരത്താണ് യേശു ക്രൂശിക്കപ്പെട്ടത്. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്ത് ഇരുട്ടുണ്ടായിട്ട് 9-ാം മണി നേരത്താണ് യേശു മരിക്കുന്നത്. ചുരുക്കത്തിൽ യേശുവിന്റെ ആ നാളുകളെ നാം ശ്രദ്ധിച്ചാൽ ചില കാര്യങ്ങൾ വ്യക്തതയോടെ നമുക്ക് മനസ്സിലാക്കാം. പെസഹായ്ക്ക് 2 ദിവസം മുൻപുള്ള തിങ്കളാഴ്ച ദിവസം രാവിലെ മഹാപുരോഹിതന്മാർ യേശുവിനെ കൊല്ലുവാൻ കൂടിയാലോചിക്കുന്നു. അന്നുച്ചയ്ക്ക് യേശു ബെഥാനിയയിൽ കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നു. ആ സമയത്തായിരിക്കാം ശിഷ്യന്മാർ അത്താഴം ഒരുക്കുവാനായി നഗരത്തിലേക്ക് പോയത്. അന്നു തന്നെയാണ് യൂദാസ് യേശുവിനെ ഒറ്റയ്ക്ക് കൊടുക്കുവാൻ വാക്കുകൊടുത്ത് പണം വാങ്ങുന്നതും. അന്ന് സന്ധ്യയായപ്പോൾ യേശു ശിഷ്യന്മാരുമായി അന്ത്യ അത്താഴം കഴിക്കുന്നു. അന്നാണ് യേശു കർത്തൃമേശ എന്ന ശുശ്രൂഷ സ്ഥാപിക്കുന്നത്. പെസഹായുടെ ദിവസമല്ല, എന്നാൽ അത് പെസഹായുടെ നിവൃത്തിയാണ്. പിന്നെ യേശു ശിഷ്യന്മാരുമായി ഒലിവുമലയിൽ ഗെത്സമനെ എന്ന തോട്ടത്തിൽ വരുന്നു. യേശു പലപ്പോഴും തന്റെ ശിഷ്യന്മാരോടൊപ്പം അവിടെ പോയിരുന്നതുകൊണ്ട് യൂദാസിന് ആ സ്ഥലം വ്യക്തമായി അറിയാമായിരുന്നു. അന്ന് രാത്രിയിൽ യേശു ആ തോട്ടത്തിൽ വന്ന ശേഷമാണ് യൂദാ പടയാളികളുമായി അവിടെ വന്നത്. അന്ന് രാത്രിയിൽ എല്ലാവരും യേശുവിങ്കൽ ഇടറുമെന്ന് യേശു പറയുന്നു. യേശുവിനെ പിടിക്കാൻ വന്നവർ തീപ്പെട്ടി പന്തങ്ങളുമായിട്ടാണ് വന്നത്. ആകയാൽ അന്ന് തിങ്കളാഴ്ച രാത്രിയിൽ യേശു പിടിക്കപ്പെടുന്നതായി കാണാം.
അന്ന് തിങ്കളാഴ്ച രാത്രിയിൽ യേശു പിടിക്കപ്പെട്ടിട്ട് ഒന്നാമത് ഹന്നാവിന്റെ അടുക്കൽ കൊണ്ടുപോകുന്നു. ഹന്നാവ് യേശുവിനെ വിസ്തരിച്ച ശേഷം തന്നെ മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അടുക്കിലേക്ക് അയക്കുന്നു. യേശു അന്ന് രാത്രിയിൽ കയ്യഫാവിനാലും സന്നദ്ധ സംഘത്തിനാലും വിസ്തരിക്കപ്പെടുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം ഈ ന്യായാധിപ സംഘത്തിന്റെ വിസ്താരം രാവിലെയാണെന്ന് പറഞ്ഞിരിക്കുന്നു. വിസ്താരശേഷം ന്യായാധിപ സംഘവും ചേവകരും യേശുവിനെ ഉപദ്രവിക്കുവാനും പരിഹസിക്കുവാനും ഇടയാകുന്നു. ചേവകരുടെ കയ്യാൽ അടിയും പരിഹാസവുമേറ്റ് യേശു അന്ന് രാത്രിയിൽ കയ്യഫാവിന്റെ അരമനയിൽ കഴിച്ചുകൂട്ടുന്നു. രണ്ടാം ദിവസം ചൊവ്വാഴ്ച പുലർച്ചെ 1 മണിനേരത്ത് തന്നെ അവർ യേശുവിനെ ആസ്ഥാനത്തിൽ പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുചെല്ലുന്നു. പീലാത്തോസിന്റെ ആദ്യഘട്ട വിസ്താരത്തിൽ യേശു ഗലീലക്കാരനെന്നറിഞ്ഞിട്ട് യേശുവിനെ ഹേരോദാവിന്റെ അടുക്കൽ അയക്കുന്നു. ഹേരോദാവ് യേശുവിനെ വിസ്തരിച്ചിട്ട് കുറ്റമൊന്നും കാണായികയാൽ പീലാത്തോസിന്റെ അടുക്കലേക്ക് മടക്കി അയക്കുന്നു. വീണ്ടും പീലാത്തോസ് മഹാപുരോഹിതന്മാരെയും പ്രമാണികളെയും ജനത്തെയും വിളിച്ചുകൂട്ടിയിട്ട് തന്റെ വിസ്താരം തുടരുന്നു. തുടർന്ന് യേശുവിനെ വിസ്തരിക്കാനായി ആസ്ഥാനത്തിലേക്ക് പോകുന്നു. തുടർന്ന് യേശുവിനെ പീലാത്തോസ് ചാട്ടവാർ കൊണ്ട് അടിപ്പിക്കുന്നു. പരിഹാസപാത്രമാക്കി യേശുവിനെ അവൻ പുറത്ത് ജനത്തിന്റെ മുൻപിൽ കൊണ്ടുവരുന്നു. തുടർന്ന് യേശുവിനെ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയിരുന്നതിനാൽ താൻ വീണ്ടും അകത്തുപോയി യേശുവിനോട് സംസാരിക്കുന്നു. വീണ്ടും യേശുവിനെ പുറത്ത് പീലാത്തോസിന്റെ കൽത്തളത്തിൽ തന്റെ ന്യായാസനത്തിങ്കൽ കൊണ്ടുവന്ന് ക്രൂശിക്കുവാൻ വിധിച്ചു ഏൽപ്പിച്ചു കൊടുക്കുന്നു. രാവിലെ 1 മണിനേരത്ത് തുടങ്ങിയ വിസ്താരം 6 മണിനേരം വരെയും തുടരുന്നു. നമ്മുടെ സമയപ്രകാരം രാവിലെ 6 മണിക്ക് തുടങ്ങിയ വിസ്താരം ഉച്ചയ്ക്ക് 12 മണിവരെ തുടരുന്നു. 6 മണിനേരത്ത് യേശുവിനെ ക്രൂശിക്കുവാൻ വിധിച്ചപ്പോൾ യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ചിട്ടാണ് ക്രൂശിപ്പാൻ ഏൽപ്പിക്കേണ്ടത് എന്നാണ് വിധിച്ചത്. ആകയാൽ 6 മണിനേരത്തിന് ശേഷം യേശുവിനെ പടയാളികൾ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി ചാട്ടവാർ കൊണ്ടടിച്ചു, മുൾമുടി ധരിപ്പിച്ച് ധൂമ്രവസ്ത്രവും ധരിപ്പിച്ച് പരിഹസിക്കുന്നു. തലയിലെ മുൾമുടിയിൽ കോൽ കൊണ്ടടിക്കുന്നു. 3 മണിനേരത്ത്, അതായത് നമ്മുടെ സമയം രാവിലെ 9 മണിക്ക് യേശുവിനെ ക്രൂശിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ അന്നല്ല യേശുവിനെ ക്രൂശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകും. ഉച്ചതിരിഞ്ഞു ശിക്ഷ നടപ്പാക്കുന്നത് യോഗ്യമല്ലായകയാലായിരിക്കാം അന്ന് രാത്രി യേശു പടയാളികളുടെ അധീനതയിൽ ആസ്ഥാനത്ത് കഴിയുന്നു. ബുധനാഴ്ച അതിരാവിലെ അവർ യേശുവിനെയും കൊണ്ട് ക്രൂശിക്കേണ്ടതിനായി തലയോടിടം എന്നർത്ഥമുള്ള ഗൊൽഗോഥ എന്ന സ്ഥലത്തേക്ക് പോകുന്നു. വഴി ദൂരമുള്ളതാകയാലും യേശു ക്ഷീണിതനായതുകൊണ്ടുമായിരിക്കാം യേശുവിന്റെ ക്രൂശ് ശീമോനെ കൊണ്ട് ചുമപ്പിക്കുന്നു. പെസഹായുടെ അന്ന് ബുധനാഴ്ച യേശു ക്രൂശിക്കപ്പെടുന്നു. 6 മണിനേരമായപ്പോൾ 9 മണിനേരത്തോളം സൂര്യൻ ഇരുണ്ടുപോയിട്ട് ദേശത്തെല്ലാം ഇരുട്ടുണ്ടാകുന്നു. 3 മണിനേരത്തെ ക്രൂശിക്കപ്പെട്ട യേശു 9 മണിനേരത്താണ് മരിക്കുന്നത്. നമ്മുടെ സമയം രാവിലെ 9 മണിക്ക് ക്രൂശിക്കപ്പെടുന്നു. നട്ടുച്ചയ്ക്ക് 12 മണിക്ക് സൂര്യൻ ഇരുട്ടാകുന്നു. 3 മണിവരെ അത് തുടർന്നിട്ട് ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് യേശു മരിക്കുന്നത്. അനന്തരം അവരുടെ 9 മണിനേരത്തിന് ശേഷം യേശു മരിച്ചു കഴിഞ്ഞിട്ട് യഹൂദന്മാരുടെ അപേക്ഷ പ്രകാരം പടയാളികൾ വന്ന് യേശുവിന്റെ വിലാപുറത്ത് കുന്തം കൊണ്ട് കുത്തുകയും മറ്റു 2 പേരുടെയും കാൽ ഓടിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ 9 മണിനേരം മുതൽ 12 മണിനേരം വരെയും, അഥവാ പകൽ കഴിഞ്ഞ് സന്ധ്യയാകുന്നതുവരെയും യേശു ക്രൂശിൽ കിടക്കുന്നു. പെസഹ നാളിൽ സന്ധ്യാസമയത്ത് പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുന്നു. നമ്മുടെ പെസഹ കുഞ്ഞാടായ യേശുവും പെസഹ ദിവസം ബുധനാഴ്ച കൊല്ലപ്പെട്ട് സന്ധ്യ വരെ ക്രൂശിൽ കിടക്കുന്നു. സന്ധ്യയായപ്പോൾ അരിമഥിയിലെ ജോസഫ് നിക്കോദേമോസുമായി ചേർന്ന് യേശുവിനെ കല്ലറയിൽ അടക്കം ചെയ്യുന്നു. യേശു മരിച്ച അന്ന് ശബത്ത് നാളിന്റെ ഒരുക്കനാൾ കൂടിയാണ്. 1-ാം മാസം 14-ാം തീയതി പെസഹ ദിവസം അന്ന് വൈകിട്ടോടെ അവസാനിക്കുന്നു. അന്ന് സന്ധ്യാസമയത്താണ് പെസഹ ആചരിക്കുന്നത്. ആ 14-ാം തീയതി വൈകിട്ട് മുതൽ 15-ാം തീയതി വൈകിട്ട് വരെ വിശുദ്ധ സഭായോഗം കൂടുന്ന ശബത്ത് ദിവസമാണ്. യേശു മരിച്ച അന്ന് പെസഹ ദിവസം മാത്രമല്ല, തുടർന്നു വരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം ദിവസമായ വലിയ ശബത്തിന്റെ ഒരുക്കനാൾ കൂടിയാണ്. യേശുവിനെ അടക്കം ചെയ്യുമ്പോൾ ഒരുക്കങ്ങൾ കഴിഞ്ഞ് ശബത്ത് ആരംഭിച്ചു എന്ന് കാണുന്നു. യേശു മരിച്ച ഒരുക്കനാളിന്റെ പിറ്റേന്നായ ശബത്ത് നാളിൽ പടയാളികൾ കല്ലറ മുദ്രയിട്ട് സൂക്ഷിക്കുന്നു. ബുധനാഴ്ച വൈകിട്ട് ആരംഭിച്ച ആ വലിയ ശബത്ത് വ്യാഴാഴ്ച വൈകിട്ട് വരെ അവസാനിക്കുന്നു. ശബത്ത് കഴിഞ്ഞ ശേഷം വെള്ളിയാഴ്ച രാവിലെ പോയി സ്ത്രീകൾ സുഗന്ധവർഗ്ഗങ്ങൾ വാങ്ങി അന്നുതന്നെ സുഗന്ധവർഗ്ഗവും പരിമള തൈലവും ഒരുക്കുന്നു. അന്ന് വൈകിട്ട് മുതൽ ശനിയാഴ്ച വൈകിട്ട് വരെ വാരാന്ത്യ ശബത്ത് ദിവസമായതുകൊണ്ട് അവർ സ്വസ്ഥമായിരിക്കുന്നു. ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അതിരാവിലെ സ്ത്രീകൾ കല്ലറക്കൽ വരുമ്പോൾ കല്ലറ തുറക്കപ്പെട്ടിരുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രം സ്ത്രീകൾ വന്ന ശേഷം ഭൂകമ്പമുണ്ടാകുകയും ദൂതൻ വന്ന് കല്ലു മാറ്റുകയും ചെയ്യുന്നതായി പറയുന്നു. ദൂതൻ അവിടെയില്ല, ഉയർത്തെഴുന്നേറ്റു എന്ന് ദൂതൻ പറയുന്നു. യേശു അപ്പോൾ അവിടെ ഉയർത്തെഴുന്നേൽക്കുന്നതായി കാണുന്നില്ല. എല്ലാ സുവിശേഷങ്ങളിലും യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നതല്ലാതെ അപ്പോഴാണ് എന്ന് വ്യക്തമാക്കുന്നില്ല. യേശുവിന്റെ വാക്കുകളെ നാം ശ്രദ്ധിച്ചാൽ യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ യേശുവും 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കുമെന്ന് താൻ പറയുന്നു. യേശു മരിച്ചിട്ട് 3 നാൾ കഴിഞ്ഞു താൻ ഉയിർക്കും എന്ന് പറഞ്ഞ കാര്യം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിനെ ഓർപ്പിച്ചാണ് കല്ലറ മുദ്ര വെച്ച്
വച്ച് കാക്കുവാൻ ആവശ്യപ്പെടുന്നത്. ആകയാൽ ഈ 3 നാൾ കഴിഞ്ഞിട്ട് എന്ന കണക്കിനൊറ്റവണ്ണം തന്നെയാണ് യേശു ഉയർത്തെഴുന്നേറ്റത്. ബുധനാഴ്ച ക്രൂശിക്കപ്പെട്ട യേശു വൈകുന്നേരം സന്ധ്യയായപ്പോൾ അടക്കപ്പെടുന്നു. ബുധനാഴ്ച രാത്രിയും വ്യാഴാഴ്ച പകലും, വ്യാഴാഴ്ച രാത്രിയും, വെള്ളിയാഴ്ച പകലും, വെള്ളിയാഴ്ച രാത്രിയും, ശനിയാഴ്ച പകലും, ഇങ്ങനെ 3 നാൾ യേശു കല്ലറയിലിരിക്കുന്നു. യേശു പറഞ്ഞതുപോലെ രാവും പകലുമായി 3 നാൾ. അതിനുശേഷം ശനിയാഴ്ച രാത്രിയിൽ യേശു ഉയർത്തെഴുന്നേൽക്കുന്നു. മഗ്ദലക്കാരി മറിയ രാത്രി കഴിയുന്നതിനു മുൻപേ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ വരുമ്പോൾ കല്ലറ തുറക്കപ്പെട്ടിരുന്നതായി കാണുന്നു. ആകയാൽ ശനിയാഴ്ച പകൽ കഴിഞ്ഞ് രാത്രി ആരംഭിക്കുമ്പോൾ തന്നെ യേശു ഉയർത്തെഴുന്നേറ്റിരിക്കാം. എന്നാൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസമാണ് യേശു എല്ലാവർക്കും പ്രത്യക്ഷനായി തന്നെ വെളിപ്പെടുത്തുന്നത്. ഇങ്ങനെ തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെ നടന്ന ഒരാഴ്ചവട്ടം മുഴുവൻ നടന്ന സംഭവബഹുലമായ ഒന്നായിരുന്നു യേശുവിന്റെ അവസാന നാളുകൾ. 7 ദിവസങ്ങളുടെ പൂർണ്ണതയോടെ നടന്നതായ യേശുവിന്റെ രക്ഷാകര പ്രവർത്തികളാൽ താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ പ്രാപ്തനായി യേശു ഇന്നും ദൈവസന്നിധിയിൽ നമുക്കായി പക്ഷവാദം ചെയ്യുന്നു. ഈ സത്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവരായി രക്ഷിക്കപ്പെടുവാനിടയാകട്ടെ. സർവ്വകൃപാലുവായ ദൈവം തന്റെ കൃപയുടെ ബഹുത്വത്താൽ നമ്മെ രക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.